പ്രിയ രക്ഷിതാക്കളെ, കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ എന്ന പേരിൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളെ സെലക്ട് ചെയ്തു അവർക്കുള്ള കോച്ചിങ്ങോട് കൂടിയ ഹൈസ്കൂൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുട്ടികൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പോരായ്മകളും മനസ്സിലാക്കി ഒബ്ജക്റ്റീവ് എക്സാം എന്താണ്, എങ്ങനെയാണ് എക്സാം എഴുതുക, എങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നറിയണമെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അവരെത്രത്തോളം നിന്ന പൊസിഷനിൽ മുന്നോട്ട് നീങ്ങിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഹാർവസ്റ്റിലെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് പറയാനും പറ്റും. നമ്മളെ കുട്ടികളെ ഓരോ ടോപ്പിക്ക് ബേസിൽ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ഒരു ടീച്ചറെ പോലെ തന്നെ ക്ലാസ് എടുത്ത് അത് അവർക്ക് കാണിച്ചു കൊടുത്ത് കൃത്യമായിട്ട് അവരുടെ പോരായ്മകളും കാര്യങ്ങളും മനസ്സിലാക്കി അവർ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിലൂടെ ഒരു ടീച്ചറെ പോലെ അവർക്ക് ബിഹേവ് ചെയ്യാനും ഒരു ക്ലാസ് നല്ല രീതിയിൽ എടുക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ടോപ്പിക്ക് അവർ നല്ല രീതിയിൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവരെ ക്ലാസ് എടുക്കുന്ന ശൈലിയോടും ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ മക്കൾ ഓരോ ടോപ്പിക്കും ചെറിയ ചെറിയ ടോപ്പിക്കാക്കി അവരത് പ്രിപ്പയർ ചെയ്ത് ഓരോ ടീച്ചറും ക്ലാസ് എടുക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ രക്ഷിതാക്കളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഒരുപാട് പോരായ്മകളുണ്ടാവും. വലിയ ടീച്ചേഴ്സല്ല, ചെറിയ മക്കളാണ്. അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവരുടെ ആക്ഷൻസും അതുപോലെ തന്നെ എഴുത്തുകളിലും സംസാരത്തിലും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും നമ്മൾക്ക് കണ്ടേക്കാം. എല്ലാറ്റിലുപരി അവരതിന് മുന്നോട്ട് വന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഹാർവസ്റ്റ് കാണുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണത്. കാരണം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് രണ്ട് മാസത്തിനടുത്ത് ആയിട്ടുള്ളൂ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഇങ്ങനത്തെ ഒരു വലിയ ടാസ്ക് വർഷങ്ങളോളം പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഒരു ഓൺലൈൻ സംവിധാനം വന്നപ്പോൾ ഓൺലൈനിൽ കയറി ക്ലാസ് എടുക്കാൻ പ്രയാസം ഉണ്ടാകുന്ന ഈ കാലത്ത് അവർ മുന്നോട്ട് വരികയും എല്ലാവരും നമ്മളെ ഫൗണ്ടേഷനിലുള്ള എല്ലാവരും ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയും ഇനി അടുത്ത ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് വരാം സാർ എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അതും സയൻസിൽ +1ലേക്കും +2ലേക്കും വേണ്ട കാര്യങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ തന്നെ നമ്മളെ കുട്ടികൾ ഇത്രയും മുൻനിരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവരുടെ പോരായ്മകളിലേക്ക് നോക്കാതെ അവരുടെ കഴിവുകളിലേക്ക് നോക്കി നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാം. ഇനിയും അവരുടെ കഴിവുകൾ മുന്നോട്ട് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണാം, എല്ലാവരും അഭിനന്ദിക്കുക. ഓൾ ദി ബെസ്റ്റ്. Hi, welcome to Harvest Foundation. Myself, Aifina Shanawaz. I am from class 9th. So I am going to take a new chapter, crop production and management. It is the first chapter of NCERT textbook. So in crop production and management, it is very interesting chapter because it is about our nature, what we see in nature. So I must say that it is a very interesting chapter. So it is mainly talking about agriculture, types of agriculture, types of crops, the season the crops are grown. So agriculture, the science that deals with the cultivation of plants and raising livestock is known as agriculture. Next, green revolution or agriculture revolution. It means that agriculture revolution, the other name of agriculture revolution is green revolution. So green revolution begins in India at 1960. The father of agriculture revolution is M.S. Swaminathan. So the other name of agriculture revolution is green revolution. It starts in India at 1960. The father of agriculture revolution is M.S. Swaminathan. So there are 3 types of agriculture. The first agricultures are agronomy. Then the second one is horticulture and the third one is animal husbandry. So agronomy. So we can say about agronomy. What are the agronomy? Agronomy, the study and the development of techniques for improving agriculture practices is known as agronomy. So
So first of all we say that there are three types of agriculture. The first one is agronomy, the second one is horticulture, and the third one is animal husbandry. So we can say that agronomy is the study and development of techniques for improving agriculture practices is known as agronomy. So next we can say about horticulture. So horticulture, cultivation of fruits, vegetables and ornamental plants is known as horticulture. So there are three types of agriculture. First one is agronomy and second one is horticulture. The second agriculture is horticulture. So horticulture is cultivation of fruits, vegetables and ornamental plants is known as horticulture. And we will come to the third agriculture, that is animal husbandry, rearing and management of domesticated animal is known as animal husbandry. So the third agriculture is animal husbandry. Animal husbandry is rearing and management of domesticated animal is known as animal husbandry. So there are examples of animal husbandry is cow, goat, etc. So the first we learned that there are three types of agriculture. First one is agronomy and second one is horticulture, and third one is animal husbandry. Now we are going to learn the crops. So we are going now detail in this chapter about crops. We are going to learn about crops. So crop plants or crops, the same kind of plants grown or cultivated and harvested on a large scale of field or profit is known as crop plants. So it is saying that the same kind of plants grown or cultivated and harvested on a large scale of field to be profit is known as crop plants. So cereals are the first crop to be cultivated. So first we say that what is agriculture, then we say that green agriculture revolution and green revolution, and who is the father of green revolution. Then we say that there are three types of agricultures, that first one is agronomy, second one is horticulture and third one is animal husbandry. And now then we talk about crop plants and crops. So in that we say that the same kind of plants that grown or cultivated or harvested on a large scale of field or profit is known as crops. And cereals are, and we say that the cereals are the first crop that to be cultivated. Cereals are the tall grass and are cultivated for their nutritious seeds, and they are called grains. So cereals are the large tall grass and cultivated and are cultivated for their nutritious seeds, and they are called grains. So grains is rich in starch, vitamin, minerals, proteins and fiber. So we said that cereals are large tall grass and are cultivated for the nutritious seeds, and they are called grains. So grains are rich in starch, vitamin, minerals and proteins and fiber. So the examples for cereals are wheat, paddy, maize, etc. So we first of all say about what is agriculture, and we say that then we say about green revolution or agriculture revolution. Then we said about three types of agricultures, that are green revolution, that are agronomy, horticulture and animal husbandry. In that we talk about then we talk about
crop. Then we talk about crops, and in that we say about what are crops, and then in that we say that cereals are the large tall grasses and are cultivated for the nutritious seeds, and they are called grains. Then we talk about grains are rich in starch, vitamins, minerals, proteins and fiber, and the examples of cereals are wheat, paddy, maize, etc. So today's class we discuss all things about all these things. So we can see in next class. Thank you. ഈ വർഷം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഹാർവസ്റ്റ് ഫൗണ്ടേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ ഒരു എക്സാം ഹാർവസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും എക്സാം ഉണ്ടാവുക. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വന്ന് ഈ എക്സാം എഴുതുക. 8, 9, 10 ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും മറ്റ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നാഷണലൈസ്ഡ് എക്സാമുകളുടെയും കോച്ചിങ് നൽകുക എന്നുള്ളതാണ് ഹാർവസ്റ്റ് ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം. ഇപ്പോഴുള്ള ഏറ്റവും മികച്ച റാങ്കുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ വന്നിട്ടുള്ളവരായിരിക്കും. ഈ ഫൗണ്ടേഷൻ്റെ പ്രാധാന്യം ഓരോ ദിവസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം ടാലൻറ്റ് ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു എക്സാം എഴുതുക. അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ കുട്ടികൾക്ക് ഫൗണ്ടേഷനിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പരമാവധി നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഈ വർഷം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലേക്കും, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലേക്കായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. എല്ലാവരിലേക്കും ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.